എല്ലാവരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വർഷ അബോർഷനായിട്ട് ഇരിക്കുകയാണ്. അത് പുള്ളിക്കാരിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. വളരെ ശ്രദ്ധ വേണം. ഡോക്ടറെ, എന്റെ മോൾക്ക് പേടിക്കാനൊന്നുമില്ല. വർഷയുടെ മനസ്സ് ഈ സംഭവിച്ച കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല. എന്നുവെച്ചാ വർഷയുടെ മാനസിക നില അത്ര ശരിയല്ല. കൗൺസിലിംഗിലൂടെ മാറും. ഇപ്പൊ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഡിസ്ചാർജ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരാഴ്ചത്തേക്കെങ്കിലും യാത്രകളൊക്കെ ഒഴിവാക്കണമെന്ന് അവരോട് പ്രത്യേകം പറയണം. നല്ല കെയർ കൊടുക്കണം. ഡോക്ടറെ, എന്റെ അമ്മ സരോജിനിയമ്മയുടെ അവസ്ഥ അതേ നിലയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് പ്രോഗ്രസ് ഒന്നും പറയാനാവില്ല. ICUവിൽ നിന്ന് മാറ്റും. വേണമെങ്കിൽ നിങ്ങൾക്ക് സരോജിനിയമ്മയെ ഇന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഡോക്ടർ, ഈ അവസ്ഥയൊന്ന് മാറിയിട്ട്. ഓക്കെ, പേഷ്യന്റ് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഈ അവസ്ഥ എന്നുവരെ തുടരുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ വർഷങ്ങൾ എടുത്തുന്ന് വരും. ഇടയ്ക്ക് ചെക്കപ്പിന് കൊണ്ടുവരുന്നതാവും ബെറ്റർ എന്ന് തോന്നുന്നു. അടുത്ത ആഴ്ച ഡോക്ടർ അലക്സാണ്ടർ വരുന്നുണ്ട്. അദ്ദേഹം ഈ രോഗത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളാണ്. അദ്ദേഹത്തിന്റെ കൺസൾട്ടേഷൻ ചിലപ്പോ നിങ്ങൾക്ക് ഗുണം ചെയ്യും. ശരി ഡോക്ടർ. സിസ്റ്റർ. യെസ് മാഡം. ആ സരോജിനിയമ്മയുടെ ഫയൽ കൂടി എടുത്തേക്കൂ. ഡിസ്ചാർജ് ആണോ മാഡം? അതെ. റിലാക്സ്. ഇതൊക്കെ സർവ്വസാധാരണമാണ്. അച്ഛാ, ഞാൻ വർഷയോടൊപ്പം മുത്തശ്ശിയും കൂടി വീട്ടിലേക്ക് കൊണ്ടുപോവാം.